എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 10th ലെവലായാലും +2 ലെവലായാലും ഡിഗ്രി ലെവലായാലും ദേവസ്വം ബോർഡിലായാലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന ടോപ്പിക്ക്. അപ്പോൾ അതിൽ ഇന്ന് മുതൽ നമ്മൾ കലകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കലകളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ പാർട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ എന്താ പറയുക, നെഗറ്റീവ് അടിക്കാതെ പോകാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സെറ്റായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരുപാട് ലേഖടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ബേസിക്കായിട്ട് കേരളത്തിലെ ദൃശ്യശ്രവ്യ കലകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ പണ്ട് മുതൽക്ക് എന്തുണ്ട്, കലകളുടെ ചരിത്രം പറയാൻ പറ്റുന്ന ഒരു നാടാണ് നമ്മളെ കേരളം, അല്ലേ? അങ്ങനെ കേരളവും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ്റെ ചരിത്രത്തിൽ എന്ത് ചെയ്യാണ്, കലാസാഹിത്യ രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമായിരുന്നു സംഘകാലഘട്ടം. ജസ്റ്റ് 1 പോയിൻ്റ് ആണേ. അതായത് കേരളത്തിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ്റെ ഭാഗത്തിലൊക്കെ എന്താണ്, കലാസാഹിത്യ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടമാണ് സംഘകാലഘട്ടം. പ്രധാനമായിട്ടും ഈ ശാസ്ത്രീയ കലകളൊക്കെ വന്നതും വളർന്നതും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കലാരൂപങ്ങൾക്ക് വേണ്ടിയിട്ട് അനിവാര്യമായിരുന്നു. അപ്പോൾ ഒന്നാമത് നമുക്ക് ജസ്റ്റ് പറയാനുള്ള എന്താണ്, സംഘകാലഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിലും കേരളത്തിലൊക്കെ എന്ത് വന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയത് എന്തിനെ, കലാസാഹിത്യ രംഗത്തിന്, സംഘകാലഘട്ടം. അതും പ്രധാനമായിട്ട് ക്ഷേത്രാചാരങ്ങളും ഉത്സവങ്ങളൊക്കെയാണ് കണക്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, കലകൾ എന്താണ്, 3 തരത്തിലാണ് വരുന്നത്. കലകൾ എത്രയെ തിരിക്കാം? 3 തരത്തിൽ. ഏതൊക്കെയാ? ദൃശ്യകലകൾ, ശ്രവ്യകലകൾ, ദൃശ്യശ്രവ്യ കലകൾ. അതായത് കലകൾ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ദൃശ്യകലകളുണ്ട്, ശ്രവ്യകലകളുണ്ട്, ദൃശ്യശ്രവ്യ കലകളുണ്ട്. ഇനി ഈ ദൃശ്യകലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിഷ്വലി, അല്ലേ? നമുക്ക് കണ്ടിട്ട് ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ദൃശ്യകലകൾ. നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ദൃശ്യകലകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തൊക്കെ വരും? ചിത്രകല വരും, ശില്പകല വരും, കരകൗശല വിദ്യ, വാസ്തുവിദ്യ. അപ്പോൾ എല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരിട്ട് കണ്ടറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വലിയ ഡിഫിക്കൽട്ടായിട്ട് വരുന്നൊരു മേഖലയേ അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ദൃശ്യകലകളുടെ ഉദാഹരണമായിട്ട് നമുക്ക് ചിത്രകല പറയാം. ഈ ചിത്രകലയിൽ തന്നെ നമുക്ക് എന്തൊക്കെ വരാം? ചിത്രകലയിൽ തന്നെ അതിൽ തന്നെ എന്തൊക്കെ വരും? ഗുഹാചിത്രങ്ങൾ വരും, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഗുഹാചിത്രങ്ങളൊക്കെ. എവിടെയാണ്? നവീന ശിലായുഗത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ വരക്കപ്പെട്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു ടോപ്പിക്കാണ്, അല്ലേ? അപ്പോൾ എന്താണ്, ഗുഹാചിത്രങ്ങൾ ചിത്രകലയിൽ വരും. ചുവർ ചിത്രകല, കളമെഴുത്ത്. കളമെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താ പറയുക, കളമ്പാട്ട് ഒരു ആരാധനാമൂർത്തിനെ ഇതാക്കിയിട്ട് 5 കളറൊക്കെ വെച്ചിട്ട് പൊടികൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കള എഴുതുന്നത്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്തായാലും, അറ്റ്ലീസ്റ്റ് ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ്, കാവി തുടങ്ങിയ 5 കളറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആരാധനാമൂർത്തിൻ്റെ രൂപം നിലത്ത് വരച്ചുണ്ടാക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് കള എഴുത്ത്. പിന്നെ കോല എഴുത്ത്, അതറിയാത്ത ആൾക്കാർ ആരുമില്ല, അല്ലേ? കേരളത്തിലുള്ള തമിഴ് ബ്രാഹ്മിൺസിൻ്റെ ഇടയിലാണ് കോല എഴുത്ത്. അരിപ്പൊടി കൊണ്ട് വീട്ടുമുറ്റത്ത് എന്ത് ചെയ്യും, കോലം വരക്കും. അതാണ് ഈ കോല എഴുത്ത് എന്ന് പറയുന്നത്. അതും എന്താണ്, ഒരു ചിത്രകലയുടെ ഇതിൽ വരും. പിന്നെ വരുന്നത് മുഖത്തെഴുത്താണ്. ഇപ്പോൾ കഥകളി ആയാലും തെയ്യായാലും മുടിയേറ്റായാലും ഇങ്ങനത്തെ എല്ലാത്തിനും എന്ത് വരുന്നുണ്ട്, മുഖത്ത് ചായ ഇടുന്നുണ്ട്. അതാണ് ഈ മുഖത്തെഴുത്ത്. ഇനി മുഖാവരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ചില കലകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം കവുങ്ങിൻ പാളയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിറങ്ങളുടെ ഹെൽപ്പോടെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപങ്ങൾ വരക്കുന്നുണ്ട്, അല്ലേ? അതായത് മുഖങ്ങൾ. അതാണ് ഈ മുഖാവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്, ചിത്രകലയിൽ വരുന്നത്. അതായത് നമ്മൾക്ക് വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ശില്പകല. ശില്പകലയും ഒന്ന് തന്നെയാണ്, ദൃശ്യം, നമുക്ക് വിഷ്വലി കാണാൻ പറ്റും, അല്ലേ? അതായത് കല്ല്, തടി, കളിമണ്ണ് ഇതിനൊക്കെ കൊണ്ട് ഒന്നുകിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ കൊത്തിയെടുക്കുന്നതൊക്കെയാണ് എന്ത് വരുന്നത്, ശില്പങ്ങളിൽ വരുന്നത്. ഏതൊക്കെയാണ്? കല്ല്, തടി, കളിമണ്ണ് കൊണ്ട് വാർത്തെടുക്കുക അല്ലെങ്കിൽ കൊത്തിയെടുക്കുന്നതാണ് ശില്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു ശില്പിയാണ് ആര്? കാനായി കുഞ്ഞിരാമൻ. അപ്പോൾ കാനായി കുഞ്ഞിരാമൻ്റെ പ്രശസ്തമായിട്ടുള്ള 2 ശില്പങ്ങളുണ്ടല്ലേ, മലമ്പുഴ ഗാർഡൻസിലെ, പാലക്കാട് മലമ്പുഴ ഗാർഡൻസിലെ യക്ഷിയും അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ചിലുള്ള ജലകന്യകി. ഇതൊക്കെ അറിയാത്ത ആൾക്കാരായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയാണ് കാനായി
കുഞ്ഞിരാമൻ. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് പറയാം, ഈ ചിത്രശില്പകലകളുടെ വികസനം സംരക്ഷണം ഇതിനൊക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. അപ്പോൾ ദൃശ്യകലകൾ എന്ന് പറയുമ്പോൾ വിഷ്വലി നമുക്ക് മനസ്സിനെ ഒന്ന് സെറ്റാക്കുന്ന അല്ലേ, ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ദൃശ്യകലകൾ. അതിൽ ചിത്രകലകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രകല, കളയെഴുത്ത്, കോലെഴുത്ത്, മുഖത്തെഴുത്ത്, മുഖാവരണങ്ങൾ. പിന്നെ ശില്പകല അല്ലേ, ശില്പം ഏതൊക്കെ രീതിയിലാവാം, മരത്തിലാവാം, അല്ലെങ്കിൽ കല്ലിലാവാം, കളിമണ്ണിലാവാം. ഇതിലൊക്കെ എന്ത് ചെയ്യാവുന്ന വാർത്തിയെടുക്കുക അല്ലെങ്കിൽ കൊത്തിയെടുക്കുന്നതാണ് ശില്പകലയിൽ വരുന്നത്. പിന്നെ കരകൗശല വിദ്യ അല്ലേ, കരകൗശലം, പിന്നെ വാസ്തുവിദ്യ. ഇത്രയാണ് ദൃശ്യകലകളിൽ വരുന്നത്. ഇനി അടുത്ത നമുക്ക്, അതായത് കലകൾ 3 അതിൽ ദൃശ്യകലകൾ പറഞ്ഞു. പിന്നെ വരുന്നത് എന്താണ്, ശ്രവ്യകലകൾ. ശ്രവ്യകലകൾ എന്ന് പറയുന്നത് എന്താണ്, കേൾക്കുന്ന മാത്രയിൽ മനുഷ്യ മനസ്സിൽ അനുഭൂതി ഉളവാക്കുന്ന മധുരമായ സംഗീതം. എന്താണ്, കാതിനും മനസ്സിനും ഒരുപോലെ ഇമ്പം നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ മനുഷ്യ മനസ്സിനെ അത്രയും എന്താ പറയുക, സംഗീതം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ കലാരൂപങ്ങളിൽ. അപ്പോൾ ശ്രവ്യകല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ കേൾക്കുന്നതാണ് എന്ത് ശ്രവ്യകലകളിൽ വരുന്നത്. ഇപ്പോൾ നമ്മളെ ക്ലാസ് തന്നെ കേട്ട് പഠിക്കാം, എന്താ എൻ്റെ സൗണ്ടല്ലേ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശ്രവ്യകലകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മാർഗസംഗീതം വരുന്നുണ്ട്, പിന്നെയോ സോപാന സംഗീതം അല്ലേ, സോപാന സംഗീതം, കർണാടക സംഗീതം, നാടൻപാട്ട്, ലളിത സംഗീതം, ഇതൊക്കെ എന്താണ്, ശ്രവ്യകലകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ദൃശ്യകലകൾ പറഞ്ഞു, ശ്രവ്യകലകൾ പറഞ്ഞു അല്ലേ. പിന്നെ ശ്രവ്യകലകൾ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടിൻ്റെയും മിക്സ്, കാണാനും കേൾക്കാനും പറ്റുന്നതാണ് ഏത് വരുന്നത്, ദൃശ്യശ്രവ്യ കലകളിൽ. അപ്പോൾ സോപാന സംഗീതം നമുക്ക് ദേവസ്വം ബോർഡിന് ഒരുപാട് പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോപാന സംഗീതത്തിൻ്റെ കുലപതി ആരാ, ഞെരളത്ത് രാമപൊതുവാളാണ് സോപാന സംഗീതത്തിൻ്റെ കുലപതി അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സോപാനത്തിൻ്റെ അല്ലെ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഇടക്ക. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സോപാനം, അതായത് ചവിട്ടുപടി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് നിന്നിട്ട് പൂജാവേളയിൽ മാരാറെന്ത് ചെയ്യും, ഇടക്ക കൊട്ടി പാടുന്നതിനാണ് അല്ലെ കൊട്ടിപ്പാടി സേവ, അതാണെന്ത് സോപാന സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങ് സംഗീതം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ സോപാന സംഗീതത്തിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിക്കേണ്ടത് പ്രധാനപ്പെട്ട രാഗം, സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന രാഗമാണ് ഭൂപാളം. പിന്നെ പ്രധാന സോപാന സംഗീത കലാകാരന്മാരാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറിപ്പൊക്കെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശ്രവ്യകല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വന്നത്, സംഗീതം അല്ലേ, കേൾക്കുന്നത് അല്ലേ, അത്രയും കൂൾ അല്ലേ. അപ്പോൾ സോപാന സംഗീതം കേരളത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ സോപാന സംഗീതത്തിൻ്റെ കുലപതി ഞെരളത്ത് രാമപൊതുവാൾ, എന്താ പറയുക, ദേവസ്വം ബോർഡിന് ഒരുപാട് തവണ വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ സംഗീതത്തിൽ സോപാന സംഗീതം, ഞെരളത്ത് രാമപൊതുവാളാണ് കുലപതി, ഇടയ്ക്കയാണ് പ്രധാന വാദ്യം, ഭൂപാള രാഗമാണ്, ക്ഷേത്രത്തിൽ കൊട്ടിപ്പാടി സേവ എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, കർണാടക സംഗീതം അല്ലേ. കർണാടക സംഗീതം പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് കേരളത്തിൽ കർണാടക സംഗീതം കുറച്ചും കൂടി പ്രചരിച്ച് സംഗീതം എന്നുള്ള രീതിയിൽ വന്നത്. അതിൽ തന്നെ നമ്മൾ മുന്നേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, സ്വാതി തിരുനാളിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇരയിമ്മൻ തമ്പിയാണ് പ്രധാനപ്പെട്ട സംഗീതജ്ഞർ. പിന്നെ ഷഡ്കാല ഗോവിന്ദമാരാറുണ്ട് അല്ലേ. അപ്പോൾ കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ആരാണ്, പുരന്ദരദാസാണ്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ആരാണ്, പുരന്ദരദാസ്. സോപാന സംഗീതത്തിൻ്റെ കുലപതി ഞെരളത്ത് രാമപൊതുവാൾ. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസാണ്. ഓക്കെ ആണല്ലോ. ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൂടി പറയാം. നമ്മുടെ ഈ കേരളീയ സംഗീതത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പതികാരമാണ്. കേരള സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ചിലപ്പതികാരാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നോർമലി നമുക്കുള്ള നാടൻ പാട്ടല്ലേ, പിന്നെ ഓരോ പ്രദേശത്തിൻ്റെയും കഥ പറയുന്നതിലെ വായ്മൊഴിയായിട്ടുള്ള പാട്ടുകളാണ് നാടൻ പാട്ട്. അതും തന്നെയാണ് ഒരു ശ്രവ്യകലയാണ്. സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്,
ശ്രവ്യകലകളിൽ വരുന്നത്. ഇനി വരുന്നത് ദൃശ്യശ്രവ്യ കലകൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ടിൻ്റെയും മിക്സ് ആണ് അല്ലേ, ദൃശ്യകലേൻ്റെയും ശ്രവ്യകലേൻ്റെയും മിക്സ് ആണ് ദൃശ്യശ്രവ്യ കലകൾ എന്ന് പറയുന്നത്. ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യും, കണ്ണിനും കാതിനും ഒരുപോലെ റിഫ്രഷ്മെൻ്റ് ഉണ്ടാക്കുന്നതാണ് ദൃശ്യശ്രവ്യ കലകൾ. ഉദാഹരണത്തിന് നൃത്തം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പാട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട് അല്ലേ. നാടകങ്ങൾ, സിനിമകൾ, ഇതൊക്കെ എന്താണ്, ദൃശ്യശ്രവ്യ കലകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് കലകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രധാനമായിട്ടും ഈ കലകളുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലൊക്കെ വന്നത് എപ്പോഴാണ്, സംഘകാലഘട്ടത്തിലാണ്. കലകൾ 3 തരത്തിലുണ്ട്: ദൃശ്യകലകൾ, ശ്രവ്യകലകൾ, ദൃശ്യശ്രവ്യ കലകൾ. ദൃശ്യകലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെ, ചിത്രകലകൾ വരും, ശില്പകലകൾ വരും, കരകൗശല വിദ്യകൾ വരും, വാസ്തുവിദ്യ വരും. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് ദൃശ്യ കലകൾ കഴിഞ്ഞാൽ ശ്രവ്യകലകൾ അല്ലേ, നമുക്ക് കേൾക്കാൻ പറ്റുന്നതിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സോപാന സംഗീതം, കർണാട്ടിക് സംഗീതം, പിന്നെ നാടൻ പാട്ട്, ഇതൊക്കെ ഏതിൽ വരും, ശ്രവ്യകലകളിൽ വരും. പിന്നെ രണ്ടിൻ്റെയും കോംബോ ആയിട്ട് വരുന്ന ദൃശ്യശ്രവ്യകലകൾ. അതിലെന്താണ്, ഇപ്പം നൃത്തങ്ങളും നാടകങ്ങൾ, സിനിമകളൊക്കെ ദൃശ്യശ്രവ്യ കലകളിൽ വരും. അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രോ പാർട്ട് ലെവലിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കലകളുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരും. അതുവരേക്കും എല്ലാവരും കേട്ട് പഠിച്ച് സെറ്റായിട്ടിരിക്കുക. ബൈ.